അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, എന്താണ് ഓൺലൈൻ തെർബിയ, ടീച്ചറാകുക എന്ന് പറഞ്ഞാൽ? പലപ്പോഴും പല സഹോദരിമാരും ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് തെർബിയ കോഴ്സ്? എന്താണ് തെർബിയ ടീച്ചറാകുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഓൺലൈൻ തെർബിയ ടീച്ചറാകുക എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ പല സഹോദരിമാരും പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ വെബിനാറുകളിലും വർക്ക്ഷോപ്പുകളിലുമൊക്കെ എഴുതി ചോദിക്കുന്ന ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് ഇതിനുള്ള കൃത്യമായ വിശദീകരണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം എന്താണ് തെർബിയ എന്നതാണ്. തെർബിയ എന്ന പദത്തിനർത്ഥം പരിശീലനം നൽകുക എന്നതാണ്. അഥവാ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശേഷിച്ചും കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ദീനിയായ ജീവിതം നയിക്കാനുള്ള തിരിച്ചറിവ് നൽകുകയും രക്ഷിതാക്കളുടെ ആശങ്കകൾ അകറ്റുകയും ചെയ്യുന്ന ഓൺലൈനായി നടത്തുന്ന കോഴ്സാണ് ശരിക്കും തെർബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെർബിയ ഓൺലൈൻ കോഴ്സ്, ഇസ്ലാമിക് കോഴ്സ് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിശേഷിച്ചും കേരളത്തിൽ ടീനേജ് പ്രായക്കാരായ ആൺകുട്ടികളിലും പെൺകുട്ടികളിലുമൊക്കെ വരുന്ന മാറ്റങ്ങൾ പുതിയ കാലത്ത് ലിബറൽ ചിന്താഗതികളൊക്കെ നമ്മുടെ കുട്ടികളെ പലപ്പോഴും ഏറെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് സ്വന്തം ജീവിതത്തിൽ മെച്ചമുണ്ടാക്കുന്ന, നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളിലോ കുടുംബത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളിലോ സമൂഹത്തിന്, നാടിന് ഗുണകരമായ കാര്യങ്ങളിലോ പലപ്പോഴും ഇല്ലാത്ത ഒരു അവസ്ഥ. എങ്ങനെയൊക്കെയോ ജീവിതം കഴിഞ്ഞു പോകുന്ന, സ്വാർത്ഥത വളർന്നു വരുന്ന ഒരു സാഹചര്യം. ദീനിയായ വിഷയങ്ങളോടൊന്നും താല്പര്യമില്ല എന്ന് തുടങ്ങി ഒരുപാട് ആശങ്കകൾ. കുട്ടി നിസ്കരിക്കണില്ല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് ദേഷ്യപ്പെടുന്നു തുടങ്ങിയ ഒരുപാട് ആശങ്കകളുമായിട്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾ നീറി കഴിയുന്നത്. ഇവിടെയാണ് രക്ഷിതാക്കൾക്കും കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾക്കും ആശ്വാസമായി ചെറുബയുടെ ഓൺലൈൻ ഇസ്ലാമിക് കോഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ അൽഹിമായ വിർച്വൽ അക്കാദമിയുടെ കീഴിൽ അൽഹംദുലില്ലാ നമ്മൾ കൊണ്ടുവന്നത്. ഒരുപാട് ആശങ്കകൾ ഇതിലൂടെ ഇല്ലാതാകാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. രണ്ടാമത്തേത്, ഇങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഓഫ്ലൈനായി ഒരുപാട് മദ്രസകളില്ലേ എന്ന് തുടങ്ങുന്ന സംശയങ്ങൾ ചില ആളുകൾക്കെങ്കിലും സ്വാഭാവികമായും വരാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, ഓഫ്ലൈനിൽ പോകാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഓഫ്ലൈനിൽ പോകാൻ കഴിയില്ല, ഓഫ്ലൈൻ മദ്രസകളിൽ എത്താൻ കഴിയുന്നില്ല, ദീനിയായി അവർ പഠിക്കുന്നില്ല, കേവലം ഭൗതികമായ പഠനം മാത്രമായി മുന്നോട്ട് പോകുന്നു. ദീനിൻ്റെ എന്തെങ്കിലും ഒരു നന്മ അവർ കേൾക്കുന്നില്ല. അവർക്ക് തസ്കിയത്ത് നൽകുന്ന,
ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു സംസാരവും കേൾക്കാതെ ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അത്തരം മക്കൾ, അത്തരം വിദ്യാർത്ഥികൾ സമൂഹത്തിനും കുടുംബത്തിനും സ്വന്തത്തിനുമൊക്കെ ഒരു ഭാരമായി, ഭീഷണിയായി, ചോദ്യചിഹ്നമായി മാറുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിനെ സംവിധാനിച്ചിട്ടുള്ളത് തന്നെ കൃത്യമായ സിസ്റ്റം കൊണ്ടാണ്. അവിടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഉത്ബോധനം നിരന്തരം നൽകപ്പെട്ടുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ തെറ്റിക്കപ്പെടാൻ 1000 അവസരങ്ങൾ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ലോകം. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ, സ്കൂളുകളിൽ, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ, മൊബൈൽ ഫോണിൽ, സൗഹൃദ വലയങ്ങളിലൊക്കെ നന്മകളേക്കാൾ തിന്മകളിലേക്കും ചതിക്കുഴികളിലേക്കുമുള്ള അവസരങ്ങളാണ് പലപ്പോഴും നൽകപ്പെടുന്നത്. അവിടെയാണ് ഓഫ്ലൈനിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്കും ഗൾഫ് നാടുകളിലുള്ള കുട്ടികൾക്കും കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിലുള്ള കുട്ടികൾക്കുമൊക്കെ അവരുടെ സമയത്തിനനുസരിച്ച് തന്നെ പഠിക്കാനുള്ള, ഇസ്ലാമിക തെർബിയത്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം അത് വന്നതിലൂടെ അൽഹംദുലില്ലാ ഒരുപാട് കുട്ടികൾക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫ്ലൈനിൽ പോകാനുള്ള ഒരു പ്രതിസന്ധി, ഒരു ആശങ്കയായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ ഇത് വളരെ ആശ്വാസമായി, വലിയ ആശ്വാസമായി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ രക്ഷിതാക്കളുണ്ട്. അതുകൊണ്ടാണ് ഓൺലൈൻ എന്നുള്ളത് ഇന്ന് പ്രസക്തി ഏറുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുണ്ടാകും, ഓഫ്ലൈനായി ഒരുപാട് മദ്രസകളില്ലേ? ഓഫ്ലൈനിൽ പഠിക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും തെർബിയയിൽ ജോയിൻ ചെയ്യുന്നു. നമ്മുടെ നാടുകളിലെ മദ്രസകൾ വളരെ നല്ല രീതിയിൽ പോകുന്ന, നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന, കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് മദ്രസകളുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെയുള്ള മദ്രസകൾ ഇനിയും വർദ്ധിച്ചു വരണം. അതല്ലാത്ത രീതിയിലുള്ള മദ്രസകളും പലപ്പോഴും എന്താണ് മദ്രസകളുടെ ലക്ഷ്യം? ഒരുപാട് സിലബസ് പഠിപ്പിച്ച് തീർക്കുന്ന, ഒരുപാട് പുസ്തകങ്ങൾ വർഷങ്ങളോളം 8, 9, 10 വർഷങ്ങൾ പഠിപ്പിച്ചു പോകുന്ന അവസ്ഥ. പഠിപ്പിക്കുന്നതിലും സിലബസിലും പരീക്ഷയിലും മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ കേവലം ഭൗതികമായ പഠനങ്ങളെപ്പോലെ ഒരു സിലബസ് പഠനമായി മാറുന്നുണ്ടോ എന്ന് വളരെ ആത്മാർത്ഥമായി നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. അവിടെയാണ് കുട്ടികൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന, കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾക്ക് എന്താണ് അവരുടെ പ്രശ്നം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെല്ലാം വേണം, അത് കൃത്യമായി നോട്ട് ചെയ്ത് അവരെ ഏറ്റവും നല്ല രീതിയിൽ ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്ന മക്കളാക്കി മാറ്റാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും കേവലം ആജ്ഞാപിക്കുന്നതിനു പകരം അവരുടെ മനസ്സിലേക്ക് ഈ നന്മയുടെ ആശയം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അതിനനുസരിച്ചുള്ള ടീച്ചിങ് മെത്തേഡ് ഉപയോഗിച്ച്, ഉദാഹരണങ്ങൾ പറഞ്ഞ്, വീഡിയോകൾ കാണിച്ച്, ഇൻട്രാക്റ്റ് ചെയ്ത്, അവരെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ബോധ്യപ്പെടുത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തലമാണ് യഥാർത്ഥത്തിൽ തെർബിയയിലൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പഠനങ്ങളാണ് നമ്മുടെ മദ്രസകളിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങളിലും ഒക്കെ കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുന്ന സാഹചര്യം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, തെർബിയ ഓൺലൈൻ ടീച്ചറാകാൻ പറ്റുമോ?
ചില ആളുകളുടെ ആശങ്കയാണ്. എന്താണ് തെർബിയ ഓൺലൈൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച തെർബിയ പഠിപ്പിക്കാനുള്ള പ്രായക്കാരായ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റാൻ ഉതകുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ തെർബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വിശാലമായ, മദ്രസയിൽ പഠിപ്പിക്കുന്ന വിശാലമായ ടോപ്പിക്സുകൾ ഉണ്ടാകുകയില്ല. കുട്ടികൾക്ക് എന്താ വേണ്ടത്? കുട്ടികളുടെ ജീവിതം മാറാൻ, കുട്ടികളിൽ മാറ്റമുണ്ടാക്കാൻ അടിസ്ഥാനപരമായി ഏറ്റവും പ്രാധാന്യത്തോടെ പഠിപ്പിക്കേണ്ട ടോപ്പിക്കുകൾ എന്താ? ആ ടോപ്പിക്കുകൾ പഠിക്കുകയും ആ ടീച്ചിങ് മെത്തേഡ് മനസ്സിലാക്കുകയും ചെയ്താൽ, അത് പ്രാക്ടീസ് ചെയ്താൽ ഏതൊരു സഹോദരിക്കും യഥാർത്ഥത്തിൽ ഓൺലൈൻ തെർബിയ ടീച്ചറാകാൻ പറ്റും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തെർബിയ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഇതിൻ്റെ കൃത്യമായ സ്ട്രാറ്റജികൾ പഠിച്ച ഏകദേശം 50-നടുത്ത് സഹോദരിമാർ ഇപ്പോൾ ഓൾറെഡി ടീച്ചേഴ്സായി കഴിഞ്ഞു. ഇത് ഏതൊരു സഹോദരിക്കും പറ്റുന്ന സംഗതിയാണ്. കാരണം വലിയ ദൗത്യമാണ് സമൂഹത്തിൽ പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാനുള്ളത്. ഹിമായ 1000 ഓൺലൈൻ തെർബിയ ടീച്ചേഴ്സിനെ വളർത്തിയെടുക്കുക എന്ന വലിയ ഒരു മിഷൻ മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഇതുപോലുള്ള വീഡിയോകൾ വിടുന്നത്, ഇതാഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നത്. തെർബിയത്ത് മക്കൾക്ക് കൊടുക്കുക എന്ന വലിയ ദൗത്യം, പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം ഇൻഷാ അല്ലാഹ് നിർവഹിക്കേണ്ടതുണ്ട്. ലിബറൽ ചിന്താഗതികളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നമ്മുടെ മക്കളെ യഥാർത്ഥ ദീനിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തെർബിയ, ഓൺലൈൻ തെർബിയ ട്രെയിനിങ് ഹബ്ബൊക്കെയായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് തെർബിയ ടീച്ചറാകേണ്ടത്, അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വിശദീകരിക്കുന്ന ഫ്രീ തെർബിയ വെബിനാറിൽ പങ്കെടുക്കാൻ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ കോൺടാക്റ്റ് നമ്പറുണ്ട്. അതുപോലെ തന്നെ ജോയിൻ ചെയ്യേണ്ട ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത വെബിനാറിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പങ്കെടുക്കാൻ പറ്റും. താല്പര്യമുള്ള ആളുകൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള സഹോദരിമാരിലേക്ക് ഇത് നമ്മൾ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന, നമ്മുടെ ജീവിതവും മാറ്റത്തിന് വിധേയമാകുന്ന തെർബിയത്ത്, അതിൻ്റെ പാഠങ്ങൾ പഠിക്കാനും പകർത്താനും പകർന്നു കൊടുക്കാനുമൊക്കെ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.